അവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ നിരഞ്ജൻ? എന്ത് പ്രശ്നം? ഒന്നുമില്ല. ജയശങ്കർ സാറ് എന്തെങ്കിലും പറഞ്ഞോ? അതോ അക്ഷരയാണോ പ്രശ്നം ഉണ്ടാക്കിയത്? ആരും ഒന്നും പറഞ്ഞില്ല. പ്രശ്നം ഉണ്ടാക്കിയതുമില്ല. അവിടെ ഇരിക്കുന്നതിനേക്കാളും നല്ലത് പുറത്താണെന്ന് തോന്നി, അതുകൊണ്ട് പോന്നു. ഞാൻ വാങ്ങിത്തന്ന സ്വീറ്റ്സ് ശ്രുതിമോക്ക് കൊടുത്തില്ലേ? കൊടുത്തു. കൊടുത്തില്ല അല്ലേ? അത് അക്ഷര സ്വീകരിച്ചില്ല. അതെന്താ? ഓ, ഞാൻ വാങ്ങിത്തന്നാണെന്ന് മനസ്സിലായി കാണും. അക്ഷര ബുദ്ധിയുള്ളവളാണല്ലോ. എല്ലാ ഭാര്യമാരും ബുദ്ധിയുള്ളവരാ. ആ ബുദ്ധി പുറത്തു വരണമെങ്കിൽ ഭർത്താവിനും ഭാര്യയ്ക്കിടയിൽ വേറൊരു സ്ത്രീ വരണം. നിരഞ്ജൻ ഇതിന്റെ പേരില് ഒരുപാട് മാനസിക സമ്മർദ്ദം അനുഭവിക്കുന്നുണ്ടല്ലേ? ഏയ്, അങ്ങനെയൊന്നുമില്ല. അത് വേണ്ട നിരഞ്ജൻ. നിരഞ്ജന്റെ ഇപ്പോഴത്തെ അവസ്ഥയില് മനസ്സിനധികം ടെൻഷൻ ഉണ്ടാവാൻ പാടില്ല. സാഹചര്യങ്ങൾ അതിന് കാരണമായ എനിക്കെന്ത് ചെയ്യാൻ പറ്റും? എന്നോട് ദേഷ്യം തോന്നുന്നുണ്ടോ നിരഞ്ജന്? ഞാൻ കാരണമാണ് ഇതൊക്കെ അനുഭവിക്കേണ്ടി വരുന്നതെന്ന് തോന്നുന്നുണ്ടോ? മാലു ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ. ചെയ്തതും ചെയ്തുകൊണ്ടിരിക്കുന്നതും നാളെ ചെയ്യാൻ പോകുന്നതൊക്കെ ഞാനല്ലേ. എന്നാലും എല്ലാരും എന്നെയല്ലേ കുറ്റം പറയൂ? അതിൽ വിഷമമുണ്ടെങ്കിൽ ഇനി ഒരിക്കലും ഞാൻ മാലുവിനെ കാണാൻ വരില്ല. എനിക്കെന്ത് വിഷമോ? ഞാൻ ഇരുട്ടിനെ സ്നേഹിച്ചു തുടങ്ങിയതായിരുന്നു. വെളിച്ചം എനിക്കിഷ്ടമേ അല്ലായിരുന്നു. അപ്പോഴാ നിരഞ്ജന്റെ വരവ്. നിരഞ്ജൻ എന്റെ ജീവിതത്തിൽ വെളിച്ചം നിറച്ചു. ഇപ്പൊ എനിക്ക് ഇരുട്ടിഷ്ടമല്ല. ആര് എന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ, ഞാൻ നിരഞ്ജന്റെ കൂടെ നിൽക്കൂ. എനിക്കും അതാ ഇഷ്ടം. എന്താടി, അവനെ ജയിലിലാക്കിയപ്പോ നിനക്ക് സമാധാനമായല്ലോ അല്ലേ? ഓ, ഈ പാവോക്ക് നീ എവിടെ കൊണ്ടുപോയി തീർക്കോടി? ഇവിടുന്ന് നേരെ മുന്നിലോട്ട് പോയാലേ ഒരു പുഴയുണ്ട് മുത്തശ്ശി. ആ പുഴയിൽ ഞാൻ കൊണ്ടേ കളഞ്ഞോളാം. ചിരിച്ചോടി. അതെ, എല്ലാ കാലമൊന്നും അവൻ ജയിലിൽ കിടക്കത്തില്ല. പുറത്തിറങ്ങുമല്ലോ എന്നെങ്കിലും. അപ്പൊ അവൻ പകരം ചോദിച്ചോളൂ. അവൻ പകരം ചോദിക്കണമെന്നൊക്കെ മുത്തശ്ശിക്ക് ആഗ്രഹമുണ്ടല്ലേ? പിന്നെ വേണ്ടേ? നിരപരാധിയല്ല, ചതിയൻ, കൊലയാളി, മോഷ്ടാവ്, അതാ അവൻ. ഞാൻ പറയാതെ എന്റെ പേര് പറഞ്ഞ ആ മാമച്ചൻ കോൺട്രാക്ടറുടെ കയ്യിൽ നിന്ന് അവന്റെ അടുത്ത് കാശ് വാങ്ങിക്കാൻ ആരാ പറഞ്ഞേ? വിജിലൻസുകാർ കൊടുത്ത പണം എനിക്ക് കൊണ്ടുവന്ന് വാടകയാണെന്നും പറഞ്ഞോണ്ട് തരാൻ അവന്റെ അടുത്ത് ആരാ പറഞ്ഞേ? ഇനി മുത്തശ്ശിക്ക് മാത്രമേ അവന്റെ അടുത്ത് നിന്ന് തിരിച്ചടി കിട്ടാനുള്ളൂ. അതും അധികം വൈകാതെ കിട്ടും. അതോടെ മനസ്സിലായിക്കോളൂ ജയിൽ പുള്ളിയുടെ മഹത്വം. മുത്തശ്ശി ഒരാള് കൂടെ നിൽക്കുന്നോണ്ടാ അവൻ ഇതൊക്കെ ചെയ്യുന്നത്. ശരിക്കുള്ള ശരത്ത് ആരാണെന്നേ മുത്തശ്ശി കൂടി ഒന്ന് മനസ്സിലാക്കാൻ നോക്കിയാ അവന്റെ പത്തി തന്നെ താന്നോളൂ. അത് ശരിയാ മുത്തശ്ശി. നിങ്ങൾ പറയുന്നത് ശരിയാണെന്ന് കരുതാൻ എന്തെങ്കിലും തെളിവ് വേണ്ടേ? അവൻ അത് ചെയ്തു ഇത് ചെയ്തു എന്നൊക്കെ പറയുന്നതല്ലാതെ അതിന് മതിയായ തെളിവ് ഹാജരാക്കാൻ നിങ്ങളെ കൊണ്ട് പറ്റിയിട്ടില്ലല്ലോ. എനിക്കാരോടും പ്രത്യേകിച്ച് മമതയൊന്നുമില്ല. എന്റെ അനുഭവമാണ് എനിക്ക് വലുത്. ആ അനുഭവം തൽക്കാലം അവനെതിരൊന്നുമല്ല. മുത്തശ്ശിയുടെ തീരുമാനം ഇന്നല്ലെങ്കിൽ നാളെ മാറിക്കോളൂ. എന്തായാലും മരാമത്ത് പണിയിലെ ക്രമക്കേട് വിശദമായിട്ട് അന്വേഷിക്കണമെന്ന് കോടതി ഉത്തരവ് പറഞ്ഞിട്ടുണ്ട്. അതോടെ മാമച്ചനും അകത്താവും. പഴയ കേസ് പോലൊന്നും അല്ല മുത്തശ്ശി. ഇതേ വാദി സർക്കാരാ. ഇതീന്ന് ഊരിപ്പോരാൻ കുറച്ചു പാടായിരിക്കും. നമുക്ക് നോക്കാം. അല്ല, മുമ്പ് നീ ഇതുപോലെ പലതും പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് അതിന് നേരെ എതിരല്ലേടി സംഭവിച്ചതല്ല?
ഇതും അതുപോലെ തന്നെ ആവുമെന്ന എന്റെ വിശ്വാസം. പണ്ട് ശരത്തുമോൻ രക്ഷപ്പെട്ടതുപോലെ ഈ കേസിലും രക്ഷപ്പെടും. അതിലൊരു മാറ്റം ഉണ്ടാവാൻ പോകുന്നില്ല. കഷ്ടമായിപ്പോയി. മുത്തശ്ശി നന്നാവൂന്നുള്ള പ്രതീക്ഷയൊന്നും വേണ്ട. ഇത് ദൈവം തന്നെ എഴുതിത്തള്ളിയ കേസാ. വിട്ടുകളയുന്നതാ ബുദ്ധി. പ്രേമ ആ സ്ത്രീക്ക് നമ്മളെ ഭാര്യയും ഭർത്താവാണെന്ന് അറിയാമെന്ന് എനിക്ക് തോന്നുന്നു. അല്ലെങ്കിൽ ഒരിക്കലും അവരിങ്ങനെ പെരുമാറില്ല. അവർക്കറിയാലോ, നമ്മുടെ മാരേജ് സർട്ടിഫിക്കറ്റ് അവർ കണ്ടതാണല്ലോ. അതുകൊണ്ടല്ലേ വിഷ്ണു ഞാൻ അവരെ തലക്കടിച്ച് വീഴ്ത്തിയത്. പക്ഷെ ഇപ്പൊ അവർക്കൊന്നും ഓർമ്മയില്ല. ഉണ്ടായിരുന്നെങ്കിൽ എപ്പോഴേ എന്നെ അവിടുന്ന് അടിച്ച് പുറത്താക്കിയേനെ. അവർക്കെല്ലാം ഓർമ്മയുണ്ട്. ഓർമ്മയില്ലെന്ന് അവര് വെറുതെ അഭിനയിക്കുന്നത്. എന്തിന്? അതെനിക്കറിയില്ല. നമുക്കാർക്കും അറിയാത്ത എന്തോ ഒരു കാരണം അതിന്റെ പിന്നിലുണ്ടായിരിക്കണം. അങ്ങനെ വരുമോ? എനിക്ക് തോന്നുന്നില്ല. എന്നാ എനിക്ക് തോന്നുന്നുണ്ട്. എനിക്ക് സൂക്ഷിക്കണമല്ലോ വിഷ്ണു. സൂക്ഷിക്കണം. നിന്നെ അവര് വെറുതെ വിടില്ല. ഡിവോഴ്സ് ഉടനെ കിട്ടും. പിന്നെ അവരെന്ത് ചെയ്യാനാ? വെറും കേടാണോ നീ അവിടെ നിന്ന് ഇറങ്ങിപ്പോകാൻ പോന്നെ? കോമ്പൻസേഷൻ ഇല്ലാണ്ട് വന്നല്ലേ ഓടിക്കും ഞാൻ. പ്രേമയുടെ സ്വർണം കുറെ എന്റെ കയ്യിൽ ഇരിപ്പുണ്ട്. അത് കളവ് മുതലല്ലേ. അതിന് റിസ്ക് ഉണ്ട്. വിവാഹമോചനം വേണമെങ്കിൽ സിദ്ധു നിനക്ക് നഷ്ടപരിഹാരം തരണം. അത് ഒറ്റത്തവണയായിട്ട്. ഈ മാസമുള്ള ജീവനാംശം അത് വേണ്ട നമുക്ക്. മനസ്സിലായി. പക്ഷെ എന്താ ചോദിക്കേണ്ടത്? ആ വീട് ചോദിക്കണം. വീടോ? അതെ, വീട്. ദേവിയെ കെട്ടാൻ വേണ്ടിയാണല്ലോ അവൻ നിന്നെ ഡിവോഴ്സ് ചെയ്യുന്നത്. അപ്പോ നീ എന്ത് ചോദിച്ചാലും അവൻ തരും. എന്നാ പിന്നെ വീട് മാത്രം ആക്കണ്ട, നല്ലൊരു തുകയും കൂടി ചോദിക്കാം. നമുക്ക് ജീവിക്കാൻ കാശ് വേണ്ടേ? ശരി, അങ്ങനെയെങ്കിൽ അങ്ങനെ. ഞങ്ങൾ തമ്മിലൊരു ധാരണയുണ്ടാക്കിയിരുന്നു, ഞാനും സിദ്ധുവും തമ്മിൽ. വിഷ്ണുവിനെ ജാമ്യത്തിൽ ഇറക്കണം, പകരം ഡിവോഴ്സ് പെറ്റീഷനിലും ഞാൻ ഒപ്പിടും. അന്ന് സ്വത്തിന്റെ കാര്യമൊന്നും പറഞ്ഞിരുന്നില്ല. ഇപ്പൊ പറയണം. എന്താടി പറയാൻ നിനക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഉണ്ടെങ്കിൽ പറ, ഞാൻ പോയി ചോദിക്കാം അവനോട്. വേണ്ട, എല്ലാം എനിക്ക് വിട്ടേക്ക്, ഞാൻ തന്നെ പറഞ്ഞോളാം. ചിലപ്പോ പറ്റില്ല എന്നൊക്കെ പറയുമായിരിക്കും, വഴക്കാവും. ഞാൻ ഉറച്ചു നിന്നാ തരാതിരിക്കില്ല. ഇപ്പോഴത്തെ അവസ്ഥയില് ആ വീടിനേക്കാളും വിലയുണ്ട് ദേവികയ്ക്ക്. അല്ലെങ്കിലേ ഡിവോഴ്സ് നടത്തില്ല എന്ന് തീർത്തങ്ങ് പറയണം. അപ്പൊ അവൻ താനെ വഴിക്ക് വരും.